മരണമെന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഉദരത്തിൽ നിന്നും ഭൂമിയിലേക്ക് ജനിക്കുന്ന പോലെയാണ്. നമ്മൾ ഭൂമിയിലായിരിക്കും ഒരു ഉദരത്തിലാണ്, ഒരു താൽക്കാലിക വാസമാണ്. ഇവിടെ നമ്മൾ നിത്യത്തിലേക്ക് ജനിക്കുന്ന നമ്മുടെ ബർത്ത്ഡേ ആണ് മരണ ദിവസം. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ആഘോഷിക്കാൻ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മരണം കഴിയും പിന്നെ ആൾക്കാർ ഓർക്കാൻ പോകുന്നത് നമ്മുടെ മരണ ദിവസമാണ്. ജന്മദിനത്തിന് പിന്നെ ഓർക്കാറില്ല. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളത്തിന് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന് കയറി വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, അതിനെ വളർത്തിയെടുക്കാനായിട്ട് ജാതി എടുക്കുന്നവരെ മാത്രമേ നമ്മൾ മരിക്കുമ്പം സ്വർഗത്തിന്റെ മോനും മോളമായിട്ട് ജനിക്കുകയുള്ളൂ, സ്വർഗം സ്വന്തമാക്കുകയുള്ളൂ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്നുള്ള പൊതു ശീർഷകത്തിന് കർത്തൃ പ്രാർത്ഥനയെ കുറിച്ച് നാം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 22ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സെഷനിൽ നമ്മൾ 7 യാചനകളിലേക്ക് കടക്കുകയാണ്. കർത്തൃ പ്രാർത്ഥനയിലേത് നമ്മൾ കാണുകയുണ്ടായ ആദ്യത്തെ 3 യാചനകള് നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. പിന്നെയുള്ള 4 യാചനകള് ആ പദ്ധതിയിലേക്ക് കടന്നു വരാനും നിലനിൽക്കാനുമുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നമ്മളെ ഓർപ്പിക്കുന്നതും പ്രാർത്ഥനയിൽ നമ്മൾ ചേർക്കുന്നതും. ഈ വിചിന്തനത്തിന്റെ 7ാമത്തെ സെഷൻ നമ്മൾ കാണുകയുണ്ടായി. ആദ്യത്തെ 3 യാചനകൾ എങ്ങനെയാണ് ഒരു സ്വർഗീയ ചിത്രം അവതരിപ്പിക്കുന്നത് എന്ന്. ദൈവരാജ്യ അനുഭവം, അല്ലെ പരദേശ അനുഭവം, സ്വർഗരാജ്യ അനുഭവം ഈ ഭൂമിയിൽ സ്വന്തമാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം, ജീവിതത്തെ എങ്ങനെ ആക്കിയെടുക്കണം എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഒരു രത്ന ചുരുക്കം അല്ലെ മാർഗരേഖയാണ് ഈ 3 യാചനകൾ നമ്മൾ കാണുന്നത്. നമ്മുടെ സെഷൻ 13ാമത്തെ നമ്പറിൽ നമ്മൾ കാണുകയുണ്ടായി ഈ സ്വർഗരാജ്യം പരദീസ സ്വർഗം എന്ന് സ്വർഗമാകുന്നത് എങ്ങനെയാണ് എന്ന്. സ്വർഗമാകുന്ന 3 കാര്യങ്ങളാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യം തിരിച്ചറിയുന്ന വ്യക്തികൾ ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിപ്പിനും ആരാധനയും ഒഴുകുന്ന വ്യക്തികൾ ദൈവികതയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ ഇന്ന് പറയും അതിനകത്ത് കാണുന്നതായ അനുഭവങ്ങളിലേക്ക് വരുന്നു. സ്വർഗീയ അനുഭവത്തിന്റെ മുന്നനുഭവം തന്നെയാണ്, മുന്നാസ്വാദനം തന്നെയാണ്. അപ്പൊ അതാണ് നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ച് കണ്ടത് 13ാം സെഷനില്. യോഹന്നാന്റെ സുവിശേഷം 17ാമത്തെ അധ്യായത്തില് 24ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഈശോ തന്റെ പൗരോഹിത്യ പ്രാർത്ഥന അവസാനത്തിന് പിതാവിന്റെ പക്കൽ യാചന നടത്തുകയാണ്. സ്വർഗസ്ഥനായ പിതാവേ, ആദ്യം മുതൽ അങ്ങ് എനിക്ക് നൽകിയ മഹത്വം അത് കാണാൻ ഇവരും എന്നോടുകൂടെ ഞാനായിരിക്കുന്നിടത്ത് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്നത് തന്നോടുകൂടെ നമ്മളും ആകാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു വ്യക്തി നല്ലൊരു അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ തന്റെ പ്രിയപ്പെട്ടവരെ പറ്റി ചിന്തിക്കും. ഇത് അവരെ കൂടി കാണിക്കണം, അവർക്ക് കൂടി ഇത് കൊടുക്കണം, അവരെ കൂടി ഇവിടെ വരെ കൊണ്ടുവരിക്കണം എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ എത്രയെത്ര അവസരങ്ങളുണ്ട് നല്ല ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ ഈശോ സ്വർഗത്തിന് പിതാവിന്റെ കൂടെ അനുഭവിക്കുന്നതായ അനുഭവം ഈശോയുടെ പ്രിയപ്പെട്ട ഭൂമിയിലെ മക്കൾ എല്ലാവരും അത് അനുഭവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. ഈശോ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഈശോ എന്ന നസ്രത്തിലെ ആ തച്ചൻ, പ്രവാചകൻ, റബ്ബി എന്ന ഒരു വ്യക്തിയുടെ മാത്രം ആഗ്രഹമല്ല. സ്വർഗത്തിലെ ദൈവമാണ് ഈശോ വഴി ഭൂമിയിൽ വന്ന് സംസാരിച്ചതും പഠിപ്പിച്ചതും എല്ലാം എന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14ാമത്തെ അധ്യായത്തില് 8, 9, 10 വാക്യങ്ങളില് ഫിലിപ്പോസ് കർത്താവെ പിതാവിനെ കാണിച്ചറിയുക എന്ന് പറയുമ്പോൾ ഈശോ പറയും, ഫിലിപ്പോസെ, എന്നിൽ പിതാവ് വസിച്ചുകൊണ്ട് തന്റെ വാക്കുകൾ പറയുന്നതാണ്, തന്റെ പ്രവർത്തികൾ ചെയ്യുന്നതാണ്. അവിടെ എന്നെ കാണുന്നവർ കേൾക്കുന്നവർ പിതാവിനെയാണ് കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പിതാവ് ചെയ്ത് കാണുന്ന മാത്രം, പിതാവ് പഠിപ്പിക്കുന്നത് മാത്രം തനിക്ക് ചെയ്യാനും പഠിപ്പിക്കാനും പറ്റുകയുള്ളൂ. ഇത് ഈശോ പഠിപ്പിക്കുന്നത് യോഹന്നാൻ 12ലും 5ലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യത്താഴത്തിലെ ഈ പ്രാർത്ഥനയില് എനിക്കും ഈശോയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഈ ആഗ്രഹം സ്വർഗത്തിലെ തമ്പുരാന്റെ ആഗ്രഹമാണ്. അപ്പൻ, സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും കൂടെ ആയിരിക്കണമെന്നാണ്. ഏതെങ്കിലും അപ്പനുണ്ടോ മക്കൾ തൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ലാത്തതായിട്ട്? അപ്പൻ അനുഭവിക്കുന്നതായ സകല കാര്യങ്ങൾ അതിനേക്കാൾ കൂടുതൽ മക്കൾ അനുഭവിക്കണം, മക്കൾ സ്വന്തമാക്കണം. അങ്ങനെയല്ല എല്ലാ അപ്പനും ആഗ്രഹിക്കുന്നത്, എല്ലാ അപ്പന്മാരും മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം ഞാനോ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ജീവിതവും ഇങ്ങനെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടായിട്ട് ഭവിച്ചു, എൻ്റെ മക്കൾ അങ്ങനെ കഷ്ടപ്പെടേണ്ട വരരുത് എന്ന് കരുതിക്കൊണ്ട് തങ്ങൾക്ക് അനുഭവിക്കേണ്ട വന്ന ദുരിതങ്ങൾ മക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വയം ഉപേക്ഷിച്ചും നഷ്ടം സഹിച്ചും മക്കൾക്ക് വേണ്ടിയിട്ട് കരുതുകയും അവരെ നയിക്കുകയും ചെയ്യുന്നവരെ ഭൂമിയിലെ ഈശ്വര വാക്കുകൾ പറഞ്ഞ ദുഷ്ടരായ നമ്മൾ മാതാപിതാക്കൾ പോലും
അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായിട്ട് മക്കൾക്ക് നല്ല തന്നെ കൊടുക്കുകയില്ല എന്ന് ലൂക്ക 11 വായിക്കുന്നുകൊണ്ട് ആ ദൈവം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും പിതാവായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്നാണ്. അതങ്ങ് മരിച്ചു കഴിഞ്ഞ് എത്തേണ്ട ഒരു അനുഭവം അല്ല, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ അനുഭവത്തോട് കയറി വരണം. ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് മാത്രം സ്വന്തമാകുന്ന ഒരു അനുഭവം എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ 3 യാചനകള് സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കടന്നു വരാനായിട്ട് എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നീങ്ങേണ്ടതെന്നുള്ളൊരു ഒരു സ്വർഗീയ പ്ലാനിന്റെ ഒരു രേഖാചിത്രമാണ്. സ്വർഗീയ പ്ലാനിന്റെ പടിപടിയായുള്ള 3 കാര്യങ്ങളാണ്. അപ്പം സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് മാത്രം സ്വന്തമാക്കുന്ന അല്ലാതെ നമ്മൾ തിരിച്ചറിയണം. ഈശോ നമ്മൾ കാണുകയുണ്ടായ മുൻ സെഷനുകളിൽ ഈശോ നിരന്തരം പ്രഘോഷിച്ച ദൈവരാജ്യം സ്വർഗരാജ്യ വിഷയത്തെ കുറിച്ചാണല്ലോ. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള ഈ സ്വർഗരാജ്യം അല്ല ദൈവരാജ്യത്തെ കുറിച്ച് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ആൻ ഓൾറെഡി ബട്ട് നോട്ട് എറ്റ് എക്സ്പീരിയൻസ്. ഇപ്പൊ തന്നെ ഇല്ലേ, ദൈവരാജ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈശോ പറയും, അത് എവിടെയാ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത് ഇവിടെ തന്നെ, നിങ്ങളുടെ മധ്യത്തിൽ ഇവിടെ തന്നെ ഉണ്ട്, ഓൾറെഡി ഹിയർ, ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അന്ത്യവിധിയുടെ വിവരണം വായിക്കുമ്പോൾ വലതുവശത്തുള്ളവരോട് വിധിയാളൻ പറയും, മഹാരാജാവ് പറയും, എന്റെ പിതാവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം, ലോകസ്ഥാനത്തിന് മുമ്പ് ഒരുക്കപ്പെട്ട സ്വർഗരാജ്യം നിങ്ങൾ കൈവശപ്പെടുത്തുവിൻ. അപ്പൊ മരിച്ചു കഴിഞ്ഞ് അന്ത്യവിധിയിൽ വിധിയിലാണ് നമ്മൾ സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ പോകുന്നത് ആശയം കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതേപ്പറ്റി വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുമ്പോൾ സഭ പറയുന്നതാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ഓൾറെഡി എക്സ്പീരിയൻസ്, ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞൊരു അനുഭവമാണ് ഒരു വശത്ത്. മറുവശത്ത് നമ്മൾ ഭാവിയിൽ പൂർത്തിയാക്കി സ്വന്തമാക്കി എടുക്കേണ്ട അനുഭവമാണ്, ഓൾറെഡി നോട്ടഡ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു ഉദാഹരണം പറയാം. വിചാരിക്കുക, ഒരു ദമ്പതികള് ഭാര്യയും ഭർത്താവും കൂടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വർഷങ്ങളായിട്ട് വിവാഹം ചെയ്തിട്ട് കുഞ്ഞുങ്ങളായിട്ടില്ല. അപ്പൊ അവരൊരു അവസരത്തില് അവർക്ക് സംശയം, ഉദരത്തിന് കുഞ്ഞായോ, അവർ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഡോക്ടർ പരിശോധന നടത്തിയിട്ട് പറയുകയാണ്, കുഞ്ഞായിട്ടുണ്ട്, പ്രഗ്നന്റ് ആണ്, ക്യാരിയിങ്. വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഈ ഭാര്യ ഭർത്താക്കന്മാർ. അവര് സന്തോഷം നിറഞ്ഞിട്ട് ഭാര്യ ഡോക്ടർ പറയുകയാണ്, സാറേ ഒത്തിരി സന്തോഷം, ആ കുഞ്ഞിനെ കാണാൻ കൊതി, ഇപ്പൊ തന്നെ തന്നേക്കാവോ, എനിക്കൊന്ന് തരാം, ഞാൻ കൂടെ വളർത്തിക്കണം. നമുക്കറിയാം അങ്ങനെ പറഞ്ഞ യാതൊരു അർത്ഥമില്ല, അങ്ങനെ തരാൻ ഡോക്ടറെ കൂടെ പറ്റത്തില്ല. കുഞ്ഞ് ഇപ്പൊ തന്നെ ഉണ്ട്, പക്ഷെ അത് കയ്യിൽ കെട്ടണമെങ്കിൽ ഒരു 10 മാസം 9 മാസം കഴിയണം. ഓൾറെഡി ബട്ട് നോട്ട് എറ്റ്, അവിടെ ഇപ്പൊ തന്നെ ഉണ്ട്, പക്ഷെ പിന്നീട് കൈ കിട്ടുള്ളൂ. അപ്പൊ ദൈവരാജ്യത്തിന്റെ അനുഭവം നമ്മൾ ഇപ്പൊ തന്നെ മാമോദീസയിൽ അതാ നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞു. മാമോദീസ മുങ്ങുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ മകനോ മകളായിട്ട് മാറുന്നു. പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് തന്നിരിക്കും, കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവരാജ്യ അനുഭവം ഉള്ളില് വളർത്തി നിറച്ചെടുക്കാനുള്ള സമയമാണ്, കാലഘട്ടമാണ് നമ്മുടെ ഭൂമിയിലെ ജീവിത കാലഘട്ടം. മരണമെന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഉദരത്തിൽ നിന്നും ഭൂമിയിലേക്ക് ജനിക്കുന്ന പോലെയാണ്. നമ്മൾ ഭൂമിയിലായിരിക്കും ഒരു ഉദരത്തിലാണ്, ഒരു താൽക്കാലിക വാസമാണ്. ഇവിടെ നമ്മൾ നിത്യത്തിലേക്ക് ജനിക്കുന്ന നമ്മുടെ ബർത്ത്ഡേ ആണ് മരണ ദിവസം. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ആഘോഷിക്കാൻ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മരണം കഴിയും പിന്നെ ആൾക്കാർ ഓർക്കാൻ പോകുന്നത് നമ്മുടെ മരണ ദിവസമാണ്. ജന്മദിനത്തിന് പിന്നെ ഓർക്കാറില്ല. ഞാൻ ഒരു ഉദാഹരണത്തിലേക്ക് ഒന്ന് തിരിച്ചു വരട്ടെ. ഈ ഭാര്യയും ഭർത്താവും ഡോക്ടറെ കാണാനായിട്ട് വന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാന്ന് വിചാരിക്കുക, സോറി കുഞ്ഞായിട്ടില്ല. അപ്പോൾ അവർക്ക് വിഷമമായി, അവർ സങ്കടത്തോടെ എഴുതി പോരുകയാണ്. അങ്ങനെ വാദക്കലേക്ക് വന്നപ്പോൾ ഈ ഭാര്യ തിരിച്ചു പിന്നെ ഒന്നുകൂടി ഡോക്ടർ ബക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുക, സാറേ ക്ഷമിക്കണം, വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്, ഒത്തിരി പ്രതീക്ഷ വന്നത്, കുഞ്ഞായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം സാറേ, കുഞ്ഞായിട്ടില്ലെങ്കിലും പ്രഗ്നന്റ് അല്ലെങ്കിലും പ്രസവത്തിന്റെ ഡേറ്റ് ഒന്ന് കുറിച്ചാലാവോ, ഒരു സന്തോഷം, ഒരു ആശ്വാസം കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഡോക്ടറെ കുറിച്ച് കൊടുക്കുകയാണ്. കാരണം ഉദരത്തിലില്ലാത്ത കുഞ്ഞിന്റെ ജനന ദിവസം കുറിച്ച് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി ആ സ്ത്രീ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് കെഞ്ചി കരഞ്ഞ് നിൽക്കുക, പോകുന്നില്ല എന്ന് ഡോക്ടറുടെ ഡേറ്റ് കുറിച്ച് കൊടുക്കാന്നിരിക്കട്ടെ. അങ്ങനെ കൊടുത്താൽ തന്നെ ആ ഡേറ്റ് കുഞ്ഞുണ്ടാവോ? ഇല്ല. എന്ന് വെച്ചാൽ സ്നേഹമുള്ളവർ, നമ്മൾ മരിക്കുന്ന ദിവസമല്ല നമ്മൾ സ്വർഗത്തിന്റെ മോനോ മോളോ ആയിട്ട് തീരുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളത്തിന് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന് കയറി വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, അതിനെ വളർത്തിയെടുക്കാനായിട്ട് ജാഗ്രത എടുക്കുന്നവരെ മാത്രമേ നമ്മൾ മരിക്കുമ്പം സ്വർഗത്തിന്റെ മോനോ മോളോ ആയിട്ട് ജനിക്കുകയുള്ളൂ, സ്വർഗം സ്വന്തമാക്കുകയുള്ളൂ. അപ്പൊ ദൈവരാജ്യ അനുഭവം, സ്വർഗരാജ്യ അനുഭവം, സുവിശേഷത്തിന്റെ കാതൽ അനുഭവം, അത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് കിട്ടേണ്ട കാര്യമല്ല, ഭൂമിയിലായിരിക്കുമ്പോൾ സ്വന്തമാക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് സ്വന്തമാക്കി എടുത്തുള്ള വളരാനായുള്ള വേദിയാണ് സഭ വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാമോദീസ വഴി അതിലേക്ക് നമ്മൾ ഉള്ളില്
ആരംഭിക്കുന്നു. അത് പിന്നെ വളർത്തി മരണസമയം ആകുമ്പോഴേക്കും സ്വർഗത്തിന്റെ മോനും മോളോട് പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടണം. ആ പ്രക്രിയയിലുള്ള നമ്മുടെ ഏറ്റവും വലിയ സഹായം പ്രാർത്ഥനയുടെ അഭ്യാസം മുഴുവനെയുമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് തരുന്നത്. അപ്പൊ ആദ്യത്തെ 3 യാചനകള് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് സ്വർഗത്തിന്റെ മോനും മോളുമായിട്ട് നമ്മൾ വളരേണ്ടത്, മുന്നോട്ട് നീങ്ങേണ്ടതെന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ 3 യാചനകളിലൂടെ ഈശോ കാണിച്ചു തരികയാണ് ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ചിത്രഭൂമി നിങ്ങളായിരിക്കും വേണം ജീവിക്കണമെന്നുള്ളത്. അപ്പം ഉദരത്തിനൊരു കുഞ്ഞ് ഉരുവായി കഴിഞ്ഞാൽ പോലും ഡോക്ടർ ഡേറ്റ് കുറിച്ചാൽ പോലും ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് ആ ഡേറ്റ് കുഞ്ഞിനെ കിട്ടണം നിർബന്ധമില്ല. അശ്രദ്ധമായിട്ട് അവർ ജീവിക്കുകയാണ് എങ്കിലും അശ്രദ്ധമായിട്ട് പെരുമാറി ജീവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കിട്ടിയ കുഞ്ഞ് അലസിപ്പോവും, ഗർഭം അലസിപ്പോകുന്ന അനുഭവം നമുക്കറിയാം. അവിടെ നല്ല ജാഗ്രതയോടെ കുഞ്ഞിന്റെ വളർച്ച എപ്പോഴും ശ്രദ്ധിച്ച് ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഒരു കേടും വരാത്ത രീതിയിൽ ആ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ആ 10 മാസം നീങ്ങിയാലേ തക്ക സമയത്തിൽ കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞ ദിവസം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ മാമോദിസം കിട്ടിയിരിക്കുന്നതായ ദൈവരാജ്യ അനുഭവം നമ്മുടെ ഉള്ളിൽ കിട്ടി. അതുകൊണ്ട് മാത്രം നമ്മൾ മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ മോനുമോട് ജനിക്കണമെന്നില്ല. മാമോദിസം കിട്ടിയതിന് നമ്മുടെ ജാഗ്രതയെ വളർത്തിയെടുത്തോളം നീങ്ങണം. അതെങ്ങനെ നടത്തണമെന്നാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന വഴി ഈശോ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അത് വളരെ ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു തിരുവചന വിചിന്തനമാണ്. ഈ പ്രാർത്ഥനത്തിന്റെ പഠനമാണ്. നമുക്ക് സത്യയോടെ നീങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സഹപ്പെട്ട സഹോദരന്മാരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.